ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM-ന്റെ വളരെ മുതിർന്ന നേതാവും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാറിനെ ഇന്ന് അറസ്റ്റ് ചെയ്തു. കേസിന്റെ മുഖ്യ ആസൂത്രകൻ പത്മകുമാറാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന്റെ വീട്ടിൽ ഗൂഢാലോചന നടന്നു എന്ന കണ്ടെത്തലുമുണ്ട്. പോറ്റിക്കൊപ്പം ചേർന്ന പത്മകുമാർ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും അന്വേഷണത്തിൽ സ്ഥിരീകരിക്കുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പത്മകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ SITയുടെ അറസ്റ്റിലായി. പത്മകുമാറിനെ കൊല്ലത്ത് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പത്മകുമാറിനെ തിരുവനന്തപുരം കുഞ്ചാലമൂട്ടിലുള്ള സ്പെഷ്യൽ സബ് ജയിലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് പത്മകുമാർ SITക്ക് മുൻപിൽ ഹാജരായത്. രാവിലെ 10 മണിയോടെ പോലീസ് ആസ്ഥാനത്തേക്കാണ് പത്മകുമാർ നേരിട്ട് എത്തിയത്. അതിനുശേഷം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് എത്തി. അവിടെ ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ SIT ഉദ്യോഗസ്ഥരായ 2 SP-മാർ അടക്കമുള്ളവർ ചോദ്യം ചെയ്തു. ഉച്ചയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തിയ ശേഷമാണ് കൊല്ലത്തെ കോടതിക്ക് മുൻപിലേക്ക് കൊണ്ടുപോയത്. പത്മകുമാറിനെ സംബന്ധിച്ച് വ്യക്തമായ തെളിവാണ് SITക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് സ്വർണം കൊള്ളയ്ക്ക് മുഖ്യ ആസൂത്രണം നടത്തിയത് പത്മകുമാറാണ് എന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. നേരത്തെ തന്നെ പത്മകുമാറിലേക്ക് എത്താവുന്ന തെളിവുകൾ SITക്ക് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 തവണ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ SIT വിളിച്ചിരുന്നു. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇതിനിടയിൽ പ്രധാനപ്പെട്ട CPM നേതാവും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായിരുന്ന N. വാസുവും അറസ്റ്റിലായി. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. വാസു വരെയുള്ള അറസ്റ്റിലായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ എല്ലാം മൊഴികൾ പത്മകുമാറിന് എതിരായിരുന്നു. പത്മകുമാർ പറഞ്ഞിട്ടാണ് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൊണ്ടുപോകാൻ തക്ക രീതിയിൽ രേഖകളിൽ കൃത്രിമം കാണിച്ചതെന്നായിരുന്നു ഈ മൊഴികൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ SITക്ക് ഒരു കാര്യം വ്യക്തമായി, പത്മകുമാറിനാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു റോൾ ഉള്ളത് എന്നുള്ളത്. എന്നാൽ പത്മകുമാർ അന്വേഷണവുമായി സഹകരിക്കാൻ ആദ്യഘട്ടത്തിൽ കൂട്ടാക്കിയില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ തന്നെ SIT തീരുമാനിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ 7 മണിക്ക് SIT പത്മകുമാറിനെ മുഖ്യ കേന്ദ്രമാക്കി അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നുള്ള വാർത്ത മാതൃഭൂമി ന്യൂസ് നൽകി. അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ള വാർത്ത നൽകി. അതിനു പിന്നാലെയാണ് പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് പത്മകുമാർ തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. ഏതായാലും സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാർ അറസ്റ്റിലാകുമ്പോൾ ഇനി ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. പത്മകുമാറിന്റെ മുകളിൽ ഇനി ആരാണ് ഉള്ളത് എന്നതാണ് പ്രധാന ചോദ്യം. കാരണം ഇത് വലിയ തോതിലുള്ള ഒരു സ്വർണ്ണക്കൊള്ളയാണ് എന്നുള്ള കാര്യം ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ പത്മകുമാറിന് മുകളിൽ മറ്റ് വ്യക്തികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ശക്തികൾ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ഇനി മൊഴി നൽകേണ്ടത് പത്മകുമാറാണ്. അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ ഏറ്റവും നിർണായകമാകും. ഇതിനൊപ്പം തന്നെ പത്മകുമാറിന്റെ അറസ്റ്റ് ഇന്ന് നടക്കുമ്പോൾ N. വാസുവിനെ കസ്റ്റഡിയിൽ പോലീസ് SIT വാങ്ങിയിരുന്നു. ഏതാണ്ട് 4 മണിവരെ വാസുവിനെയും ചോദ്യം ചെയ്തിരുന്നു. പത്മകുമാറിന് സമാന്തരമായിട്ടാണ് ആ ചോദ്യം ചെയ്യൽ കൂടി നടന്നത്. ആ ചോദ്യം ചെയ്യലും പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് വഴിയൊരുക്കുകയും ചെയ്തു. പത്മകുമാർ അറസ്റ്റിലായതോടുകൂടി CPM-ഉം പ്രതിരോധത്തിലായി. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ പത്മകുമാർ അറസ്റ്റിലാകുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് CPM മറുപടി പറയേണ്ടി വരും. വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ കക്ഷികളെല്ലാം പത്മകുമാറിന്റെ അറസ്റ്റ് ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ശബരിമല കൊള്ള വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്യും.